എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു കുക്കി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ നമ്മൾ മിക്സർ, ബീറ്റർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ഒരു കുക്കി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഓവനിലും അതേപോലെ തന്നെ സ്റ്റൗവിലും ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ വെണ്ണ എടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ഉടനെ നമ്മൾ എടുക്കാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ വെണ്ണ ഞാൻ 120 ഗ്രാം വെണ്ണ എടുക്കുന്നത്. അപ്പോൾ കപ്പിൽ നമ്മൾ പറയുവാണെങ്കിൽ 1/2 കപ്പോളം വരും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന വെണ്ണ സോൾട്ട് ഇല്ലാത്ത വെണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/4 കപ്പ് + 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും ചേർത്തിട്ട് നമുക്ക് ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വിസ്ക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് എടുക്കും നന്നായി ഒന്ന് ബീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടണം. അപ്പോൾ ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും ബട്ടറിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പം നല്ല ലൈറ്റ് കളറായിട്ട് ബട്ടറായി വരുന്നുണ്ട്. ഇപ്പം ഞാൻ കറക്റ്റ് 4 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മിനിറ്റ് ആയപ്പോഴേക്കും ബട്ടർ നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ആയാൽ മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. അപ്പം മുട്ടയുടെ മഞ്ഞ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, വെള്ളം ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ ഇത് രണ്ടും ഞാൻ അരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അരിച്ചിട്ട് ആദ്യം പകുതി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് അടുത്ത പകുതി ചേർത്ത് കൊടുക്കാം. ഞാൻ പകുതി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസ്കിനെ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തേത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത പകുതി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അരിച്ച് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പകുതി നമ്മുടെ കുക്കിൻ്റെ ഡോ നമുക്ക് പകുതി ഒന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ പകുതിയിലോട്ട് നമുക്കിനി 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊക്കോ പൗഡർ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ 2 ഡോയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇപ്പോൾ ഒരു കുക്കിക്ക് 3 ചോക്ലേറ്റ് ബോൾസും പിന്നെ 3 വൈറ്റ് ബോൾസും വേണം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വെച്ചിട്ട് പിന്നെ കൈ കൊണ്ട് ചേർത്ത് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൈ മുകളിൽ വെച്ചിട്ട് ഒരു വശത്തേക്ക് മാത്രം ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഒരു വശത്തേക്ക് മാത്രം ഉരുട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒന്ന് കുറച്ച് പ്രസ് ചെയ്തിട്ട് ഇത്തിരി ഒന്ന് പരത്തിയെടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു കുക്കിൻ്റെ ഷേപ്പ് വരും. നമുക്ക് ഈ ഒരു വീൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ എല്ലാം ഉരുളകളാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഇപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഒരു കുക്കി ഉണ്ടാക്കാൻ 6 ഉരുളയാണ് വേണ്ടത്. നമ്മുടെ ബാക്കി എല്ലാ കുക്കിയും നമുക്കിതുപോലെ ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ എല്ലാ കുക്കിയും ഞാൻ ഇതേപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളയാക്കുമ്പം എല്ലാ ഉരുളയും ഒരേ സൈസിലാക്കാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ 165 ഡിഗ്രി പ്രീ ഹീറ്റഡ് അവനിൽ ഒരു 18 മിനിറ്റ് നമുക്ക് വെച്ചാൽ മതിയാവും. സ്റ്റവിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ടും കുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റവിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണിത്. അപ്പോൾ അടി കട്ടിയുള്ളൊരു ചീനച്ചട്ടി എടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു 10 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടിയുടെ നടുവിൽ ഒരു സ്റ്റീലിൻ്റെ റിങ് വയ്ക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്തേക്കുന്ന പോലെ ഒരു അലൂമിനിയം ഫോയിലിനെ കൊണ്ടൊരു റിങ് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ പ്ലേറ്റിൽ വെച്ചേക്കുന്ന കുക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. കുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ചുരുക്കി ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് 18 മിനിറ്റ് ആയപ്പോൾ ഓവനിൽ കുക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ
നമ്മുടെ സ്റ്റവിൻ്റെ മേലെ വെച്ച കുക്കിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും 17 to 18 മിനിറ്റേ വേണ്ടി വന്നിട്ടുള്ളൂ. കുക്കിയുടെ ബേക്കിംഗ് ടൈം കുക്കിയുടെ തിക്നെസ് അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. നല്ല കട്ടിയില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം 20 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും, 20 മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും. കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 16 മിനിറ്റിലൊക്കെ റെഡിയായി വരും. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കുക. നമ്മുടെ കുക്കിയൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. മേൽഭാഗവും അടിഭാഗവും ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബേക്കറിയിലൊക്കെ കിട്ടുന്ന ബട്ടർ കുക്കിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.